നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർക്ക് സത്യമായ സ്നേഹം ഉണ്ടായിരുന്നു, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന പാസ്റ്റ് എനർജിയാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. നാളെ ഇതിൻ്റെ കറൻറ്റ് എനർജിയും നാളെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ എനർജിയും കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായൊരു റെസണേറ്റായ റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, കൂടാതെ തന്നെ ഇത് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ കറൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം നെഗറ്റീവാണ് എങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും പോസിറ്റീവ് ഒരവസ്ഥയിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക, അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. അഫർമേഷൻസ് എന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ ശക്തമായിട്ട് പതിയുകയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ റിലേഷനിലെ കഴിഞ്ഞു പോയ കാര്യത്തെയാണ് നമ്മൾ ഒന്നും കൂടി കണക്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം റെസനേറ്റ് ആകുന്നു എന്നത് നിങ്ങൾ നോക്കി കമൻറ്റായിട്ട് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ലൈഫിലൊരു പുതിയ തുടക്കമായിരുന്ന ഒരു സിറ്റുവേഷൻസാണ്. ജീവിതത്തിൽ ഒരുപാട് വിശ്വാസവും പ്രഷ്യസും പോസിറ്റീവുമായൊരു എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വന്നത്. ഒരു റീയൂണിയൻ പ്രസൻസാണ് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ കാണുന്നത്. ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാനുണ്ട്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി ഉള്ളത് കൊണ്ടും പാസ്റ്റ് ലൈഫ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്, ജഡ്ജ്മെൻറ്റിംഗ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. ഇതെല്ലാം പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ള കാർഡാണ്. അപ്പം നിങ്ങളിലേക്ക് വന്ന വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ പ്രസൻസോടുകൂടി, അതായത് കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ വീണ്ടും കണക്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കടന്നു വന്നതാണ്. ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാവാം, ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ കരിയർ മേഖലയെ ബേസ് ചെയ്തോ കണ്ടുമുട്ടിയതാവാം, സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രോബ്ലംസിനെ ബേസ് ചെയ്തോ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരു പൂർണ്ണതയോടുകൂടി ചിലരെ സംബന്ധിച്ച് വിവാഹ ലൈഫ് എന്ന് പറയുന്ന ഒരു എനർജി പോലും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാർട്ട്നേഴ്സിൻ്റെ പ്രസൻസും ഉണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നതുകൊണ്ട് ഈ ഒരു റിലേഷനെ ആ ഒരു പേഴ്സൺ പാസ്റ്റിൽ വളരെയധികം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിട്ടാണ് കണ്ടിരുന്നത്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അതായത് ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എനർജി നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ട്രാജഡികളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, നമുക്ക് പറയാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നുവെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടിയതും നിങ്ങളോടൊപ്പം മുന്നോട്ടേക്കുള്ളൊരു ലൈഫും അവർ പോസിറ്റീവായിട്ടും അതൊരു പുതിയ തുടക്കമായിട്ടും കണ്ടിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ സാധിക്കും കേട്ടോ. അതായത് ഒരു ഇരുണ്ട യുഗം അവസാനിച്ച് അവരിലെ പല കാര്യങ്ങളും, പല നെഗറ്റീവായ സാഹചര്യങ്ങളെയും അവർ പൂർണ്ണമായിട്ടും മാറ്റി വെച്ച്, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്ന, അവർക്ക് ഇല്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ചിന്തിച്ച് ഒരു ഇമോഷണൽ അബണ്ടൻസോട് കൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്ന പാസ്റ്റ് എനർജിയിൽ
ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും പല സിറ്റുവേഷൻസുകളും ഇവർക്കുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലൂടെയും അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്രതിസന്ധികളിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ചില ട്രാപ്പ് എനർജികളിലൊക്കെ പെട്ടുകിടന്ന വ്യക്തി ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകളൊക്കെ ഇവരുടെ ലൈഫിൽ ക്യാരക്ടർ ബേസിലോ അല്ലെങ്കിൽ അബദ്ധത്തിലോ ഒക്കെ ചെന്ന് ചാടിയിരുന്ന പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യക്തിക്ക് ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് സംഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കർമ്മ എൻഡിങ് പോലെ അവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന, അവരുടെ ജീവിതം മാറുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ അതൊരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടാവാം, നിങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുന്നു, ഞാൻ പോസിറ്റീവ് ആകുന്നു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട് എന്നൊക്കെ ഇവർ പറയാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കണ്ടിരുന്നതെന്നും ഈ ബന്ധത്തിൽ അവർ ദൃഢത പൂർണ്ണമായിട്ടും അവർ ഇതിനകത്ത് കമ്മിറ്റഡ് ആയിരുന്നു എന്നും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചൊരു ജസ്റ്റിസ് പോലെയാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻപേ അവരനുഭവിച്ചിരുന്ന പല വീഴ്ചകളിലും പല ലോസ് എനർജിയിലും ദുഃഖവും നിരാശയും ഫ്രസ്ട്രേഷനും അവർ ശരിക്കും ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ജസ്റ്റിസ് പോലെയായിരുന്നു. ജസ്റ്റിസ് മീൻസ് നീതി പോലെ അവർക്ക് ലഭിച്ച ഒരു തണലായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ കണ്ടിരുന്നത്. കാരണം അവരിൽ ഇനി പിന്നെ ഒന്നും തന്നെ അവർക്ക് മറ്റൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തോന്നുന്ന അതേ എനർജിയോട് കൂടിയാണ് ഇവർ നിങ്ങളിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി കണക്റ്റഡായി കമ്മിറ്റഡായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവരെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കം, ജീവിതത്തിന് പുതിയൊരു അർത്ഥമുണ്ടാക്കിയത് തന്നെ നിങ്ങളുടെ പ്രസൻസോടുകൂടി നിങ്ങളോടൊപ്പം ചേർന്നതിന് ശേഷമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വല്ലാതൊരു അഡിക്ഷനായിരുന്നു നിങ്ങളോട് അവർക്കുള്ളത്, ശക്തമാകുന്ന ഒരു അഡിക്ഷൻ എനർജി ആയിരുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി പലയിടങ്ങളിലും നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പവർ ലോസിങ് സംഭവിച്ചിട്ടുണ്ടാവാം, യാതൊരു രീതിയിലും ആരിൽ നിന്നും ഒരു വാല്യൂവും ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഇവർ മറികടന്നു വന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയും ഒരുമിച്ച് കൂടി ചേർന്നപ്പം മാറ്റങ്ങൾ, ശക്തമാകുന്നതും അത്ഭുതകരമാകുന്നതുമായ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുദോഷങ്ങളിൽ നിന്നുമെല്ലാം, അതായത് നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ശത്രുഭാവങ്ങളെയും എല്ലാം നിങ്ങൾക്ക് ശക്തമായിട്ട് രണ്ട് വ്യക്തികൾക്കും മറികടന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ട്, അതായത് ഒരു പ്രൊട്ടക്ഷൻ എനർജിയോടുകൂടി കടന്നു പോകാൻ പറ്റുമായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ രണ്ട് എനർജികളും കൂടി ചേരുമ്പോൾ അവിടെ ഏറ്റവും നല്ലൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിജയങ്ങൾ, നെക്സ്റ്റ് ഓരോ പടികൾ വെച്ച് കയറി ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ, കിങ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്, കുറച്ചൊക്കെ ഈഗോ, ക്ലാരിറ്റി ഉണ്ട്, വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്തൊരു ഈഗോ എനർജി നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് കണക്റ്റഡ് ആവാറുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. കാരണം ചില ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങളിലാവാം അല്ലെങ്കിൽ ചില രീതികൾക്കാവാം ഒരു അഭിപ്രായ ഭിന്നത വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാതെ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ ഒരാൾ പിന്മാറി നിൽക്കാത്ത വിധം സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു. രണ്ട് വ്യക്തികൾ ഫയർ എനർജിയിൽ നിന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു കേട്ടോ. മറ്റ് നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനും നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം വളരെ സ്ട്രോങ് ആയിരുന്നു, പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് തന്നെ ഉണ്ടായിരുന്നു, ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
പക്ഷേ ഇതിനകത്ത് എവിടേക്കോ എപ്പോഴേക്കോ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന സമയത്ത് വെൽത്തുപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇടയ്ക്ക് അതൊരു റോങ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഒരു ഫെയിലിയർ ഫീലിങ്സ്, കറക്റ്റ് അല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആ ഒരു അഭിപ്രായത്തിന് ഭിന്നത വരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത ഇടയ്ക്ക് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഇംബാലൻസിങ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു വളരെ സ്ട്രോങ് ആയ സിറ്റുവേഷൻസിൽ നിന്നും മുന്നോട്ടേക്ക് പോരുന്തോറും ചെറിയ ഒരു അകൽച്ച, സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ, നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണക്റ്റ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ഇങ്ങനെ ബന്ധത്തിൽ നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എപ്പോഴും അവിടെ നീതിപൂർവ്വം തന്നെ കാര്യങ്ങളെ കണക്റ്റ് ചെയ്തിരുന്നു. അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധമുള്ളൊരു എനർജി ആയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഒരു ലോങ് ഡിസ്റ്റൻസ് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിടയിലൊരു ശക്തമാകുന്ന ഒരു അകലം കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. ഒരാൾ ഇച്ചിരി ദൂരേക്കൊന്ന് കുറച്ച് സമയം മാറിപ്പോയ സിറ്റുവേഷൻസ്, ഒരു ട്രാവലിംഗ് പ്രസൻസിൻ്റെ എനർജി, അതായത് ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന സാഹചര്യം കാണുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയാവാം. ബന്ധം ദൃഢതയോടുകൂടി തന്നെയാണ് നിലനിന്നത്. അതിനകത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിച്ചിരുന്നില്ല. കാരണം നിങ്ങൾക്കിടയിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ, സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട്. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത്, നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയിൽ ഫോക്കസ്ഡ് ആയിരുന്നു, ആ വ്യക്തി നിങ്ങളിലും ഫോക്കസ്ഡ് ആയിരുന്നു കേട്ടോ. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയും ചെറിയ രീതിയിലുള്ളൊരു നിരാശയും മൂവ് ഓൺ ചെയ്യണമെന്നുള്ളൊരു തോട്ട്സൊക്കെ ആ വ്യക്തിയിൽ കണക്റ്റഡ് ആകുമ്പോഴും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ആ ഒരു എനർജി വെച്ച്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി വെച്ച് ആ കാര്യങ്ങളെല്ലാം വീണ്ടും ചേഞ്ചായി മാറി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് അവരും പോകുന്നുണ്ടായിരുന്നു. നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു, അവർ സംതൃപ്തമായിരുന്നു, അൺകണ്ടീഷണൽ ലവ് എനർജി ഉണ്ടായിരുന്നു. അൺകണ്ടീഷണലായിട്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത പോലെ പൂർണ്ണമായിട്ടും സ്നേഹിച്ച് നിന്ന സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അത് ഏജ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഒരു പക്ഷേ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി വരുമ്പോൾ മാരീഡ് ആയ വ്യക്തി, സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും അവരെ സംബന്ധിച്ചും അതൊരു വലിയ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ ഒരു തടസ്സമായിട്ടോ ഒന്നും അവർ കണ്ടിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതിനെല്ലാം അവർ ഇംബാലൻസിങ് എനർജീനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ട്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ വരാറുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഇത് മുന്നോട്ടേക്ക് പോകുകയാൽ അല്ലെങ്കിൽ എവിടേക്കോ ഒരു സംതിങ് റോങ് ഫീലിങ്സ് അവർക്ക് ഇമോഷണലി സംഭവിക്കുന്നുണ്ടായിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇടയ്ക്ക് ഇതിനകത്തൊരു ബ്ലോക്കിംഗ് എനർജി, അവരിടയ്ക്ക് ഒരു മിസ്സിങ് എനർജി വരുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും പാസ്റ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഒരു മിസ്സിങ് ഫീലിങ്സ്, അവർ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന, നിങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും കിട്ടാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കി കളയുന്ന സാഹചര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഷാഡോ എനർജിയുടെ പ്രസൻസ്, അവർക്കൊരു ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ വരും വരായികകളെക്കുറിച്ചൊരു നിശ്ചയദാർഢ്യമില്ലായ്മ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇടയ്ക്ക് അവർക്കൊരു കൺഫ്യൂസ്ഡ് ഫീലിങ്സ് വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോകുന്നു കഴിഞ്ഞപ്പം ഒരു പക്ഷേ അവർക്കൊരു ഈഗോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നത, ഒരു ട്രാപ്പ് എനർജി പോലുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് കുറച്ച് സ്റ്റേണായിട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ അവരെ ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് അവർ നിങ്ങൾക്കിടയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചിങ് നടത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷേ ഏസ് ഓഫ് കപ്സ് ആണ് കേട്ടോ. നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്ന സ്നേഹം പവിത്രമായിരുന്നു. ഇടയ്ക്ക് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, റിലേഷനിൽ ഒരു അസംതൃപ്തി ഫീൽ ചെയ്താലും
നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സണ് പ്രഷ്യസ് തന്നെയായിരുന്നു. നിങ്ങളോടുണ്ടായിരുന്നത് സ്നേഹവും കളങ്കമില്ലാത്ത വളരെ ശക്തമായ സ്ട്രോങ് ആയ എനർജി ആയിരുന്നു. പക്ഷെ അവരുടെ ഒരു ക്യാരക്ടർ എനർജിയാണ് നമുക്കിവിടെ ഒരു ഈഗോയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആ ഒരു ചിന്തകൾ ലോസ് വരിക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സ് അവരുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പല രീതിയിൽ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്. ഇടയ്ക്ക് നല്ലപോലെ തോന്നും, ഇടയ്ക്ക് ഇതൊന്നും വേണ്ട, ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് തോന്നും. അങ്ങനെ ഒരു ഉറച്ച ഒരു നിലനിൽപ്പില്ലാത്ത വിധമുള്ള ഒരു ക്യാരക്ടർ, മനസ്സിങ്ങനെ എപ്പോഴും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവരിലുണ്ടായിരുന്നതാണ് ശരിക്കും ഈ ഒരു ബന്ധത്തിനകത്തൊരു ഡെത്ത് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പാസ്റ്റ് എനർജിയിൽ ഒരു ഡെത്ത് ഫീലിങ്സ് ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ എനർജിയെ ബേസ് ചെയ്തായിട്ടാണ് കേട്ടോ ആ ഒരു ഡെത്ത് എനർജി വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അവരെ മറ്റാരൊക്കെയോ ചോദ്യം ചെയ്തതായിട്ടും അവരുടെ മുന്നോട്ടേക്കുള്ള, നിങ്ങളുടെ ഈ റിലേഷൻ്റെ മുന്നോട്ടേക്കുള്ള ആ ഒരു എനർജിയെ ബ്ലോക്ക് ആക്കാൻ കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അത് വളരെ ശക്തമാകുന്നതും നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന, വലിയ വാല്യൂ, നിങ്ങളുടെ വ്യക്തി വാല്യൂ കൽപ്പിക്കുന്ന 1-2 വ്യക്തികളുടെ പ്രസൻസ് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഡെത്ത് എനർജി വരുത്തിയത്. പക്ഷേ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, ഇതിനകത്തൊരു റീബർത്ത് എനർജി കണക്റ്റഡ് ആകും, അതായത് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാവും, ഒരു ഫ്യൂച്ചർ എനർജി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. അതുപോലെ തന്നെ അവർ ഇതിനകത്തൊരു എഫോർട്ട് എടുത്തിരുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തന്നെ നല്ല രീതിയിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പം എഫോർട്ട് എടുത്തിരുന്നു. ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ, നിങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു പിടി കൂടുതൽ ഇവർ എഫോർട്ട് എടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ചില സമയങ്ങളിൽ എനർജി നോക്കുമ്പം. അപ്പം അതനുസരിച്ച് തന്നെ ഇതിനകത്ത് ആ ഒരു മറ്റുള്ളവരുടെ ഇടപെടൽ തന്നെയാണ് ഇതിനകത്ത് ഡെത്ത് എനർജി കണക്റ്റഡ് ആയത്. പക്ഷെ ഒരു റീബർത്ത് എനർജിക്കുള്ള യോഗമുള്ള ബന്ധമായിട്ട് തന്നെയാണ് അവരുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും അതുപോലെ തന്നെ കറൻറ്റിലി നോക്കുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യം, ഒരു നിർഭാഗ്യവശാൽ അവർക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ കാണുന്നുണ്ട്. അത് വിധിയെ ബേസ് ചെയ്ത് തന്നെ സംഭവിച്ചതാണ്. അതാണ് നിങ്ങളുടെ റിലേഷനിൽ വന്ന ഡെത്ത് എനർജി ആയിട്ട് കാണുന്നത്. നിങ്ങളിലേക്ക് വരും മുമ്പ് അവരെവിടെയായിരുന്നോ നിന്നിരുന്നത്, അത് അവരെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസുകൾ കണക്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻസിലേക്കാണ് അവർ തിരിച്ചു പോകേണ്ടി വന്നതായിട്ട് കാണുന്നത്. ഫാസ്റ്റായിട്ടുള്ളൊരു തീരുമാനമായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് യാതൊരു രീതിയിൽ ഒരു ഇൻഫർമേഷൻസും നൽകാതെ സഡൻ ആയിരിക്കും ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ പാസ്റ്റ് സാഹചര്യത്തിലേക്ക് അവർ നിങ്ങളിലേക്ക് വരും മുമ്പ് എവിടെയായിരുന്നോ നിന്നിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായിട്ടും അവർക്ക് കണക്റ്റ് ചെയ്യേണ്ടി വന്നതായിട്ടും ആ സാഹചര്യത്തിലേക്ക് പോയത് നിങ്ങളുടെ എനർജിയിൽ ഒരു ഡെത്ത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തപ്പോഴും പാസ്റ്റിൽ അവർ നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷേ ഇമോഷൻസ് മറ്റ് കാര്യങ്ങൾ അവർക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു. അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസിനെ അവർക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് ഒരു ആക്ഷന് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ സാധിക്കാത്ത വിധം അവർക്കൊരു നിസ്സഹായത നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. മാത്രവുമല്ല അവർ മറ്റൊരിടത്ത് പ്രൊട്ടക്റ്റഡ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു ഹെൽത്ത് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധം അവർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും മറ്റാരുടെ ഒരു കണക്ഷൻ അവർക്ക് ചുറ്റും പൂർണ്ണമായിട്ടൊരു വലയം തീർത്തിരുന്നു. അവരൊരു ട്രാപ്പ് എനർജിയിൽ പെട്ടു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അവർക്ക് മുന്നിൽ തടസ്സമായിട്ട് സ്ട്രോങ് ആകുന്ന ഒരു ലേഡി പ്രസൻസ് ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് എനർജിയിൽ കേട്ടോ. അപ്പോൾ പാസ്റ്റ് എനർജിയിൽ ഒരു ബന്ധത്തിന് ഡെത്ത് വന്നതിൻ്റെ കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരും മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് അവർക്ക് പോകേണ്ട സിറ്റുവേഷൻ, പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും ഒഴിവായി പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത്. അതൊരു സ്ട്രോങ് ആയ ഒരു ലേഡി പ്രസൻസിൻ്റെ, ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലേക്കാണ് അവർ കണക്റ്റഡ് ആയതും. അതൊരു ട്രാപ്പ് തന്നെയായിരുന്നു, അവർക്ക് അനങ്ങാൻ പറ്റാത്ത, എന്നാൽ അവർ അവരുടെ സുരക്ഷിതമാണും താനും കേട്ടോ. ആ ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. അവർ ഈ ഒരു റിലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലെ കുറേ തടസ്സങ്ങളെ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു എന്താ പറയുക, ജീവിക്കണമെന്നൊരാഗ്രഹമില്ലാത്ത അവസ്ഥ,
അല്ലെങ്കിൽ എപ്പോഴും മനസ്സിങ്ങനെ കോൺഫ്ലിക്റ്റ് ആവുന്നത്, അവർക്ക് ചുറ്റുമുള്ള കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു പാസ്റ്റിൽ അവർ ഈ ഒരു റിലേഷനിലേക്ക് ഉദ്ദേശിച്ചത്. നിങ്ങളിലേക്ക് വന്നത് ശരിക്കും അവരുടെ മുൻ സമയങ്ങളിലുള്ള ചില അവസ്ഥകളിൽ നിന്നും അവരൊന്ന് ഒളിച്ചോടി പോന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 5 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവരുടേതാകുന്ന ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ട്രോമാസ് ഉണ്ടായിരുന്നു. നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അവരൊരു തകർന്ന മാനസികാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്കൊരു ഒരു ശൂന്യതയായിരുന്നു. മുന്നോട്ടേക്ക് എന്ത് എന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ അവർക്ക് തിരിച്ച് കരകയറണം. 6 ടവർ എനർജിയുടെ പ്രസൻസ് ആണ്. വീഴ്ചയിൽ നിന്നും അവർക്കൊരു ഉയർച്ചയിലേക്ക് വരണമെന്ന്, ഒരു പുതിയ തുടക്കം വേണമെന്നുള്ള ഒരു സമയത്താണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വല്ലാത്ത ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുടെ ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്തത് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വന്നത്. മാത്രവുമല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ അവർക്ക് സന്തോഷവും സമാധാനവും ഒരു ഫാമിലി എനർജി പോലെ നിങ്ങളുടെ പ്രസൻസ്, അതായത് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾ, അവരെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിശ്വാസം അർപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസും, കൂടാതെ തന്നെ നിങ്ങളോട് വല്ലാത്തൊരു അട്രാക്ഷൻ എനർജിയും, അതായത് ഒരു ശുഭപ്രതീക്ഷ, പുതിയൊരു ലൈഫിലേക്ക് കിട്ടി, ഒരു ജസ്റ്റിസ്, നമ്മൾ പറഞ്ഞതുപോലെ ഒരു നീതി ലഭിച്ചു എന്നുള്ള ഒരു ഫീലിങ്സും, ഒരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകണമെന്നൊക്കെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് അവർ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പാസ്റ്റ് എനർജിയിൽ വന്നു ചേർന്നത്. അതായത് ഇതൊരു ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇത് അവസാനിപ്പിക്കേണ്ടി വരുമെന്നും തിരിച്ചു പോകേണ്ടി വരുമെന്നും ഒന്നും ചിന്തിക്കാതെ അവരനുഭവിച്ച കുറേ സ്ട്രഗിൾ എനർജിയിൽ നിന്നും ട്രോമയിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സ്വപ്നമാകുന്ന, അവരാഗ്രഹിച്ച ഒരു സ്വപ്നം, അവരുടെ സ്വപ്നമാകുന്ന രീതിയിൽ അവർക്കൊന്ന് ജീവിച്ചു പോകണം, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ, നിങ്ങളിലൂടെ അവർക്കത് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായതാണ് ഈ ഒരു ബന്ധത്തിലേക്ക് അവർ കടന്നു വന്നതും ഈ ബന്ധത്തെ ബേസ് ചെയ്ത് അവർ ഉദ്ദേശിച്ചതും. അതായത് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷേ സാഹചര്യങ്ങളൊന്ന് മാറി മറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ ഈ ബന്ധത്തിൻ്റെ തന്നെ കറൻറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നാളെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് പോകുന്നതെന്നും നോക്കാം കേട്ടോ.